ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെർസിഡസിന്റെ ഷോറൂമിലാണ്. പതിവ് പോലെ തന്നെ ഞാനിവിടെ നിന്ന് എല്ലാ കാറുകളും അടിച്ചു മാറ്റാൻ പോവാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു നോർമൽ കസ്റ്റമർ ആയിട്ടാണ് പോണേ. എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കും. ഇവന്മാര് ടെസ്റ്റ് ഡ്രൈവ് തരാണ്ടിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും ഷോറൂമിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടാ. ഷോറൂമിൻ്റെ അകത്ത് 3-4 വണ്ടികളുണ്ട്. ഈ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ വണ്ടിയാ. ഇത് ഏതാ മോഡല്? മെർസിഡസിന്റെ AMG മോഡലാണ്. എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ പേരൊന്നും ഓർമ്മയില്ല. പിന്നെ ഇവിടെ ഒരു സെഡാൻ ടൈപ്പ് വണ്ടിയുണ്ട്. ഇതെനിക്ക് തോന്നണത് ക്ലാസ് ആവുന്ന. ക്ലാസ് ആണോ C ക്ലാസ് ആണോ? ഏതായാലും വണ്ടി ഡിപ്ലേ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു SUV ഉണ്ട്. ഇതാ മറ്റേ GLC ഫോർമാറ്റിക്. ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇപ്പുറത്ത് ഒരു വണ്ടി ഇരിക്കണ്ടല്ലോ. ഇത് ഏതാ വണ്ടി? ലുക്ക് ഭയങ്കര ബോറായിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് കാണാൻ ഭംഗിയില്ല. അത് മാത്രല്ല ഇതിന്റെ അലോയ്സിന്റെ ഡിസൈനും അതും കൊള്ളില്ല. ഏതാ വണ്ടി? സൈഡിൽ EQS എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നണത് ഇത് ഇലക്ട്രിക് വണ്ടിയെന്നാ. ചെറിയൊരു സംശയമുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം. ഓരോ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കാം. എന്നിട്ട് നൈസായിട്ട് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. അതാണല്ലോ എൻ്റെ സ്ഥിരം പരിപാടി. ഇവിടെ ഇപ്പോൾ സ്റ്റാഫ്മാർ ഒഴിവില്ലെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ ബിസിയാ. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് വണ്ടികൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചേച്ചി ഉണ്ടല്ലോ. നമുക്ക് ഈ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ഹലോ ചേച്ചി, അതെ, ഇവിടെ ഈ കാണുന്ന വണ്ടികളൊക്കെ നൈസായിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാറേ, സാറിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അവിടെ കുറച്ച് സ്റ്റാഫ്മാർ നിൽക്കുന്നുണ്ട്. അവരോട് ഒന്ന് ചോദിച്ചു നോക്ക്. സ്റ്റാഫുമാർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നല്ല ബിസിയാ. കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടില്ലേ? അത് ശരിയാണല്ലോ. എന്നാൽ സാർ ഒരു കാര്യം ചെയ്യ്, മാനേജറിനെ പോയിട്ട് കണ്ടോ? ആള് മേലത്തെ ഫ്ലോറിലുണ്ട്. അങ്ങനെയാണോ? എന്നാൽ ഓക്കെ, ഞാൻ മാനേജറിനെ കണ്ടിട്ട് വരാം. ഓക്കെ, ഇവിടെ ചേച്ചി പറയണത് മാനേജറിനെ പോയിട്ട് കണ്ടോളാനാ. ആളിവിടെ മേലത്തെ ഫ്ലോറിലുണ്ടെന്ന്. എന്താ ചെയ്യുക, മെർസിഡസിന് ഇപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഷോറൂമിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് വന്നേക്കുക. ഓക്കെ, മാനേജർ ഇവിടെ ഉണ്ട്. ഇത് അടുക്കളയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് ആരെയും കാണാനില്ല. ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്തും എനിക്ക് ആരെയും കാണാനില്ല. ഇവിടെ അടിയിൽ മറ്റേ EQS കാണാനുണ്ട്. ഇവിടെ ഇപ്പം എനിക്കൊരാളേനും കാണാനില്ല. എവിടെ മാനേജർ? ചേച്ചി ഏത് ലോകത്താ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേച്ചി, എവിടെ മാനേജർ? മുകളിൽ ഒരാളേനും പോലും കാണാനില്ല. മാനേജർ വന്നില്ലേ? ഞാൻ വന്നു വിചാരിച്ചേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവിന് ഞാൻ വരാം. സാറിന് ഇതിൽ ഏത് വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടത്? എനിക്ക് ഈ കാണുന്ന മഞ്ഞ കളർ വണ്ടിയില്ലേ, അതാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇത് ഏതാ മോഡൽ എന്നറിയോ? ഇതാ മറ്റേ മെർസിഡസ് AMG A45 ആണ്. നല്ല പവറുള്ള വണ്ടിയാ. അങ്ങനെയാണോ? എന്നാൽ പിന്നെ എനിക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മതി. ഓക്കെ സാറേ. ഓക്കെ, ഇവിടെ ചേച്ചിയെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതും കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. തിരിച്ച് ഷോറൂമിലേക്ക് വരില്ല, പകരം ഞാൻ അത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്ത് സാർ ഇപ്പം എന്നിട്ട് പറഞ്ഞേ? ആരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണേ? അത് എനിക്ക് വണ്ടി ഓടിച്ച് ഇഷ്ടമാണെങ്കിൽ ഞാനിത് മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞേ. അങ്ങനെയാണോ? സാറിന് ഇപ്പോൾ എന്തായാലും ഈ വണ്ടി ഇഷ്ടാവും, അത് ഉറപ്പാ. നല്ല പവറുള്ള വണ്ടിയാ. മെർസിഡസ് അല്ലേ, നല്ല പവർ ഉണ്ടെന്ന് എനിക്കറിയാം. ഇയാളെന്നിട്ട് കാണിക്കണേ. ഇയാൾക്കെന്താ പറ്റിയേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് പിന്നെ ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. എന്ത് സ്പീഡ് ടെസ്റ്റാ? അതെ, സ്പീഡ് ടെസ്റ്റ്. എനിക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കണമെന്നുണ്ട്. അയ്യോ സാറേ, അത് റിസ്ക് ആണല്ലോ. ഈ തിരക്കുള്ള സ്ഥലത്ത് സ്പീഡ് നോക്കണ്ട. അതൊന്നും കുഴപ്പമില്ല ചേച്ചിയെ, ഞാൻ പ്രോ ഡ്രൈവറാ. ഈ ട്രാഫിക്കൊക്കെ എനിക്ക് വിഷയമുള്ള കാര്യമില്ല. അയ്യോ സാറേ, എങ്ങോട്ടാ പോണേ? ഇത് റോങ് സൈഡാ. സാറ് നോക്കി ഓടിക്കുക സാറേ. ഞാൻ നോക്കിയിട്ട് തന്നെ ഓടിക്കണേ, ഒന്നും സംഭവിക്കില്ല. അതല്ല, വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മാനേജർ എന്നെ വെറുതെ വിടില്ല, അതുകൊണ്ടാ. ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടക്ക്. ഞാൻ ഇവിടെ അധികം സ്പീഡിലൊന്നും പോണില്ലല്ലോ. ഇവിടെ 120 പോണുള്ളൂ. ഇതേണ്ടില്ലേ, 150 കടന്നു. അധികം സ്പീഡിൽ പോണില്ലേ? 170 സാറേ പതുക്കെ പോ സാറേ. അയ്യോ, ഇതിപ്പോ എന്ത് പണി കാണിച്ചേ? ചേച്ചി ഇപ്പൊ എന്നിട്ട് പണി കാണിച്ചേ? എന്തിനാ ഒച്ചിട്ടേ? അതുകൊണ്ട് എന്റെ കൺട്രോൾ പോയേ. എന്നാലും സാറ് എന്ത് സ്പീഡിലെ പോയേ? ഞാൻ കുറെ നേരമായിട്ട് പറയല്ലേ പതുക്കെ പോവാൻ. സ്പീഡിൽ പോയോണ്ടല്ലേ ആക്സിഡന്റ് ആയേ. സ്പീഡിൽ പോയോണ്ടൊന്നല്ല ചേച്ചി, കുറെ നേരമായിട്ട് എന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ടാ.
അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഈ ചേച്ചിയോടെ തല കറങ്ങി വീണല്ലോ. ഇനിയിപ്പം തുറച്ച് ചെയ്യാ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ആ ചേച്ചിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിനെ വഴിയിലിട്ടിട്ട് പോവായിരുന്നു. പിന്നെ ആ ചേച്ചിനെ കണ്ടിട്ട് എന്താണാവോ പാവം തോന്നി, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. നമുക്കതൊരു കാര്യം ചെയ്യാം. ആദ്യം പോയിട്ട് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി പോയിട്ട് അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു, എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ഞാൻ എങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഇനി ആ ഷോറൂമിൽ 3 വണ്ടികളും കൂടി ഇരിക്കുന്നുണ്ട്. നമുക്കിനി അതും കൂടി പോയിട്ട് അടിച്ചു മാറ്റണം. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ വണ്ടി അടിച്ചു മാറ്റാം. ഷോറൂം വരെ പോകാനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം വണ്ടി എടുക്കണില്ല, എല്ലാവരുടെ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. ഏയ്, ഇയാൾ നമ്മൾ അടിക്കാൻ വരേ? എന്താ ബ്രോ, മൊടയാണോ? എന്നെ അടിക്കാറായ? ദേ കിടക്കണോ അവിടെ? ഗൈസ്, എൻ്റെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ ഇപ്പോൾ പോയിട്ട് വണ്ടികളൊന്നും അടിച്ചു മാറ്റണില്ല. നമുക്ക് രാത്രിയാകുമ്പോൾ പോവാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ ആ ചേച്ചീനെ അന്വേഷിക്കും, അതുറപ്പാ. ആ ചേച്ചി ഈ അടുത്തൊന്നും ഡിസ്ചാർജ് ആവില്ല. ഞാൻ നേരത്തെ ആ വണ്ടി കൊണ്ട് ഇടിച്ചില്ലേ, അന്നേരം അത് ടെൻഷൻ അടിച്ച് അറ്റാക്ക് വന്നു. ഞാൻ പറഞ്ഞത്